വെൽക്കം ബാക്ക്. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ CPM രാഷ്ട്രീയ നിലപാട് മാറ്റിയോ എന്നതാണ് ചോദ്യം. ചുവട് മാറ്റിയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ വിശദീകരണ യോഗം കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ള പാർട്ടിയിലെ അംഗങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും മനോവികാരം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ചുവടുമാറ്റം എന്നാണ് എൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് ചുവടുമാറ്റം എന്ന് പറയുന്നത്? നോക്കൂ, ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ മാസപ്പടി എന്ന തലക്കെട്ടിൽ മലയാള മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മുതൽ പിന്നീട് പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു? ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്ന വാചകം ഇതായിരുന്നു: നിയമപരമായി കമ്പനി കൊടുത്ത സേവനത്തിന് ലഭിച്ച പണമാണ് എന്നാണ്. നിയമപരമായ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം ലഭിച്ച പണം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനെ വിശദീകരിച്ചത്. ഓർമ്മിക്കണം, അന്നു തന്നെ വീണ ടിക്ക് വേണ്ടി ഒരു പത്രപ്രസ്താവന വരുന്നു എന്ന മട്ടിലുള്ള പ്രചരണമുണ്ടായി. ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ച നിലപാടല്ല പാർട്ടിയുടേത് എന്ന വലിയ വിമർശനമുണ്ടായി. ബിനീഷ് കൊടിയേരി ഒരു കേസ് നേരിടുന്ന ഘട്ടത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാചകം എന്തായിരുന്നു? അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ, പാർട്ടി ഇടപെടില്ല എന്നതായിരുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ മകളുടെ കാര്യം വരുമ്പോൾ പാർട്ടി പ്രസ്താവനയുമായി വരുന്നത് എന്തേ എന്നതായിരുന്നു അന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ കൊണ്ടും തീർന്നില്ല. പ്രസ്താവനയിൽ ഒതുക്കിയില്ല. പാർട്ടി പത്രത്തിൽ പാർട്ടി സെക്രട്ടറി തന്നെ മുഖപ്രസംഗം എഴുതി. ആ മുഖപ്രസംഗത്തിൽ പറഞ്ഞ വാചകം എന്താണ്? രാഷ്ട്രീയ പ്രേരിതമായ കേസിനെ ഞങ്ങൾ അങ്ങനെ തന്നെ നേരിടും എന്നായിരുന്നു. അതായിരുന്നു പാർട്ടിയുടെ നിലപാട്. AK ബാലനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഒരു പടി കൂടി കടന്നു പറഞ്ഞു: നേതാക്കളുടെ മക്കൾ ബിസിനസ് ചെയ്യാൻ പോയാൽ സംശയദൃഷ്ടിയോടെ ആണ് കാണുക. ഇത് സുതാര്യമായൊരു കമ്പനിയാണ് വീണ ടിയുടേത്, എക്സാലോജിക്കിൻ്റേത്. നേതാക്കളുടെ മക്കൾ എന്ന നിലയിൽ ഒരു സംരംഭം തുടങ്ങിയാൽ അതിനുപോലും അനുവദിക്കില്ലേ എന്നാണ് AK ബാലൻ ചോദിച്ചത്. അപ്പോൾ പാർട്ടി ഇറക്കിയ പത്രക്കുറിപ്പ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പാർട്ടി പത്രത്തിലെ മുഖപ്രസംഗം, AK ബാലനെ പോലുള്ള നേതാക്കൾ സ്വീകരിച്ച നിലപാട്, ഇതെല്ലാം വീണ തൈക്കണ്ടിക്ക് സംരക്ഷണമൊരുക്കിക്കൊണ്ടുള്ള പാർട്ടി പ്രതിരോധമായിരുന്നുവെങ്കിൽ ഇന്ന് മുതലക്കുളത്ത് നടന്ന വിശദീകരണ യോഗത്തിൽ പാർട്ടി സെക്രട്ടറി അസന്ദിഗ്ധമായി പറയുന്ന വാചകം ഇതാണ്: വീണ ടിയുമായി ബന്ധപ്പെട്ട കേസ് അത് നിയമപരമായി നടക്കട്ടെ, പാർട്ടി അതിൽ ഇടപെടുന്നില്ല എന്നതാണ്. എന്നാൽ റിയാസിലേക്കും പിണറായി വിജയനിലേക്കും വന്നാൽ പാർട്ടി പ്രതിരോധം തീർക്കും എന്ന് തന്നെയാണ്. തീർച്ചയായും അത് തീർക്കുക തന്നെ വേണം. കാരണം ഇടപാട് നടക്കുമ്പോൾ റിയാസും വീണ തൈക്കണ്ടിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നതാണ് വാസ്തവം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതുകൊണ്ട് നിലപാട് മാറ്റമാണ് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ നിലപാട് മാറ്റം? ഈ വിശദീകരണ യോഗം വേണ്ടിയിരുന്നോ എന്നതാണ് ചോദ്യം. വിശദീകരണ യോഗം വേണ്ടിയിരുന്നു എന്നതാണ്. കാരണം ഒരു വലിയ പുകമറ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ കേസ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ളൊരു കേസായി മാറുന്നത്? ഈ കേസ് യഥാർത്ഥത്തിൽ എന്താണ്? അഴിമതി നടന്നു എന്നൊരു ആരോപണമുണ്ടോ? അഴിമതി നടന്നു എന്നൊരു ആരോപണം ഈ കേസിലില്ല. അഴിമതി നടന്നു എന്ന ആരോപണവുമായി വിജിലൻസ് കോടതിയെ സമീപിച്ച് തിരിച്ചടി വാങ്ങിച്ച ആളാണ് മാത്യു കുഴൽനാടൻ. സുപ്രീം കോടതിയിൽ നിന്ന് പോലും തിരിച്ചടി നേരിട്ടു. ഈ കേസിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് സുപ്രീം കോടതി, ഹൈക്കോടതി, ഈ വിജിലൻസ് കോടതികൾ എല്ലാം പറയുന്ന രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ CMRL അനുകൂലമായി പിണറായി വിജയൻ ഭരിച്ച 10 വർഷക്കാലം കരിമണൽ ഖനന അനുമതി CMRL സബ്സിഡിയറി കമ്പനിക്ക് കൊടുത്തിട്ടില്ല എന്നതാണ് നമ്പർ 1. നമ്പർ 2, ഈ CMRLുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് സീലിംഗ് ഈ കമ്പനിക്ക് അനുകൂലമായ വിധത്തിൽ കൊടുക്കാനുള്ള സമ്മർദ്ദമുണ്ടായെങ്കിലും അതും ഈ സർക്കാർ കൊടുത്തിരുന്നില്ല എന്നതാണ്. ഇപ്പോൾ ലാൻഡ് സീലിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, കരിമണൽ ഖനനം ചെയ്യുന്നതിൽ CMRLന്റെ ഉപകമ്പനിക്ക് കരാർ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്ന് CMRL അനുകൂലമായിട്ട് ഒരു നീക്കവും ഉണ്ടായില്ല. പിന്നെ മണ്ണ് ഇവിടുന്ന് കിട്ടും, IRL നിന്ന് കിട്ടും. IRL ആരാ നിയന്ത്രിക്കുന്നത്? കേന്ദ്ര സർക്കാർ. അപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഒരു 5 പൈസയുടെ നേട്ടം CMRL ലഭിക്കാതിരിക്കുമ്പോൾ അത് അഴിമതിയുടെ കേസല്ല. വീണ തൈക്കണ്ടിക്ക് 2014-15 50 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയാകുമോ എന്നതുപോലും ഉറപ്പില്ല. ആ സമയത്താണ് 50 ലക്ഷം രൂപ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ നേതാക്കളുടെയും മക്കൾക്കും നേതാക്കന്മാർക്കും പടി എന്ന മട്ടിൽ എണ്ണിക്കൊടുത്തതിൻ്റെ കണക്ക് CMRLന്റെ അക്കൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൽ PK ഉണ്ട്, അതിൽ KK ഉണ്ട്, അതിൽ RC ഉണ്ട്, അതിൽ OC ഉണ്ട്. ഇവരിലേക്കൊന്നും അന്വേഷണം പോയിട്ടില്ല കേട്ടോ. അന്വേഷണം പോയിരിക്കുന്നത് എന്താ? ആ ഘട്ടത്തിൽ ആ സമയത്ത് 50 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്ന വീണ തൈക്കണ്ടിയിലേക്ക് അന്വേഷണം പോകുന്നു. അതിനുശേഷം ഈ എഗ്രിമെൻ്റ് ഒപ്പിട്ടുകൊണ്ട് പണം കൈമാറുന്നു. എന്ത് സേവനം കൊടുത്തു? അത് എനിക്കും നിങ്ങൾക്കും അറിയാത്ത കാര്യം, വീണ തൈക്കണ്ടിക്കും ഈ ശശിധരൻ കർത്തയ്ക്കും മാത്രം അറിയുന്ന കാര്യം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അഴിമതിയില്ല എന്നുണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ കേസിൽ ഒരു PMLA ആക്ട് പ്രകാരം കേസെടുക്കാവുന്ന രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്.
കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്. വീണ തൈക്കണ്ടിക്ക് പണം അങ്ങോട്ട് കൊടുത്തിട്ട് രേഖാമൂലമല്ലാത്ത രീതിയിൽ ശശിധരൻ കറുത്ത ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയല്ല ഈ കേസ്. ഈ കേസ് യഥാർത്ഥത്തിൽ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പേരിൽ തുടങ്ങിയ കേസേ അല്ല. ഈ കേസ് ഒരു നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് CMRL അങ്ങോട്ട് കൊടുത്ത പരാതിയിൽ IT വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ IT സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസാണ്. IT സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ആ കേസിലാണ് പിന്നീട് ROC വരുന്നതും ROC കമ്പനീസ് ആക്ടിന്റെ 212 പ്രകാരം അത് SFIOയെ ഏൽപ്പിക്കുന്നതും. SFIO രംഗത്ത് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന മട്ടിൽ ഷോൺ ജോർജിന് പരാതി കൊടുക്കുന്നത്. ആ ഷോൺ ജോർജ് കൊടുത്ത പരാതി എന്താ? KSEDC എന്ന സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന് CMRL 13.46% ഓഹരി നിക്ഷേപമുണ്ട്. അപ്പോൾ കമ്പനിയുടെ ലാഭം 100 രൂപ കമ്പനിക്ക് കിട്ടിയാൽ 13 രൂപ KSIDCക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഈ 1.72 കോടി രൂപ അനധികൃതമായി വീണ തൈക്കണ്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം ആർക്കാണ് സംഭവിച്ചത്? KSIDCക്കാണ്. അത് പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് ഈ KSIDCയുടെ ഡയറക്ടർമാരിൽ ഒരാളെന്ന നിലയിൽ, അതിൻ്റെ ബെനിഫിഷ്യറി എന്ന നിലയിൽ ഷോൺ ജോർജ് കൊടുത്ത പരാതി SFIO സ്വാഭാവികമായും പരിഗണിക്കും. അതാണ് സീരിയസ് ഫ്രോഡ് കേസ് അന്വേഷിക്കുന്ന ഈ SFIOയുടെ ജോലി. അതായത് ഈ CMRL അങ്ങോട്ട് കൊടുത്ത പരാതി എന്ന് പറയുന്നത് അവർക്ക് ഈ നമ്മൾ പറഞ്ഞു പോകണം. എന്നിട്ട് അതവരിൽ പിഴ കൊടുത്താണ് തീർപ്പ് ചെയ്യുന്നത്. പരാതി CMRL എന്തോ അനീതി ഉണ്ടായിട്ട് ഒരു പരാതി കൊടുത്തു. അല്ലല്ല, CMRL IT പിഴ ഈടാക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ ഈ നികുതി ഈടാക്കാവുന്ന തുക ഇത് ഇത്രയും കൂടിയിരിക്കുന്നു, അത് കുറച്ച് തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഫിക്ഷ്യസ് എക്സ്പെൻസ് അല്ല, ഇത് യഥാർത്ഥ എക്സ്പെൻസ് ആണെന്ന് കാണിച്ചുകൊണ്ട് ITക്ക് കത്ത് കൊടുക്കുന്നു. IT പക്ഷേ അത് പൂർണ്ണമായിട്ട് തള്ളുന്നില്ല. അതിൽ 73 കോടി രൂപ അംഗീകരിക്കുന്നു. ബാക്കി പിഴ കൊടുക്കുന്നു. ആ പിഴ കൊടുത്തത് സെറ്റിൽ ചെയ്ത് തീർക്കുന്നു. ആ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ITക്ക് പരാതി പിന്നീടില്ല. പിന്നെ പരാതി ഉണ്ടാകുന്നതാരാ? ഓർമ്മിക്കണം, അന്ന് ഈ ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡ് ഇന്ത്യൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ വീണ തൈക്കണ്ടിയെ കണ്ടിട്ടില്ല. എക്സാലോജിക്കുമായി ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. ഇല്ലാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഇത് കക്ഷിയല്ല. അപ്പൊ ചോദിക്കാതെയാണ് അവിടെ ഈ SFIOയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന് പിന്നാലെയാണ് പിന്നീട് SFIO അന്വേഷണത്തിന് വരുന്നതും. ആ അന്വേഷണത്തിൽ സെക്ഷൻ 447 പ്രകാരം ഈ 2.7 കോടി രൂപ വീണ തൈക്കണ്ടി എക്സാലോജിക് കമ്പനിക്ക് ലാഭമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് വരുന്നതും. അങ്ങനെ ലാഭമുണ്ടാക്കുമ്പോൾ ആർക്ക് നഷ്ടം വരും? അങ്ങനെ ലാഭമുണ്ടാക്കുമ്പോൾ KSEDCക്ക് നഷ്ടം വരും. ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കുകയായിരുന്നു. ഈ കടം വാങ്ങിയ പൈസ പോട്ടെ, ബാക്കി 1.72 കോടി രൂപ അത് KSEDCക്ക് എത്ര നഷ്ടം ഉണ്ടാക്കി? 13% KSEDCക്ക് ഈ CMRLലുള്ള ഷെയർ എന്ന് പറയുന്നത്. 13.41%. അത് നമ്മൾ കണക്കാക്കി നോക്കിയാൽ ഈ 1,72,00,000 രൂപ വീണ തൈക്കണ്ടിക്ക് CMRL കൊടുത്തതു പ്രകാരം, ചെയ്യാത്ത സേവനത്തിന് കൊടുത്തതു പ്രകാരം KSEDC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് 22,36,000 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന പ്രശ്നം. 22,36,000 രൂപ നികുതി പണം, KSIDCയുടെ പണം, CMRL ലാഭമായി കിട്ടേണ്ട പണം CMRL ആർക്ക് കൊടുത്തിരിക്കുന്നു? വീണ തൈക്കണ്ടിക്ക് കൊടുത്തിരിക്കുന്നു എന്നതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതേ SFIOയുടെ ഇതേ സെക്ഷൻ 447 പ്രകാരം 13 കോടി രൂപ വെട്ടിച്ചിരിക്കുന്ന ഒരാളുടെ പേര് ഞാൻ പറയാം. പേര് ആനന്ദ പണിക്കർ എന്നാണ്, ഡയറക്ടർ ഓഫ് CMRL. നമ്മൾ ഇന്ന് കണ്ട പത്രക്കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ? എത്രയാണ് വെട്ടിച്ചിരിക്കുന്നത്? 13 കോടി രൂപ. അതായത് CMRLുമായി ബന്ധപ്പെട്ട എക്സാലോജി കേസിൽ വീണ തൈക്കണ്ടിക്കുള്ളത് 1.72 ആണെങ്കിൽ അതിൻ്റെ ഏകദേശം 8-9 മടങ്ങ് വെട്ടിച്ചിരിക്കുന്ന ഒരാളെക്കുറിച്ച് ഈ പത്രക്കുറിപ്പുമില്ല, പത്രപ്രസ്താവനയില്ല, ഈ പറയുന്ന ചർച്ചകളില്ല, ഈ പറയുന്ന പൊതുമധ്യത്തിൽ ആരും അറിയുന്നുമില്ല. അന്വേഷണം എവിടം വരെ, ചോദ്യം എവിടം വരെ? അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളിലേക്ക് അന്വേഷണം പോകുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ 9 ഇടങ്ങളിലേക്ക് റെയ്ഡുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഈ കേസ് എന്തായി മാറുന്നത്? സെലക്റ്റീവ് പ്രോസിക്യൂഷനായി മാറുന്നത്. ആ സെലക്റ്റീവ് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്ന പ്രസ് റിലീസാണ് സെലക്റ്റീവ് ലീക്കേജ് എന്ന പേരിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രസ് റിലീസ് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. എന്താണ് രാഷ്ട്രീയ ഉദ്ദേശം? ഈ കേസ് മുന്നോട്ട് പോയാൽ അതിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല. വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ SFIO ചുമത്തുന്ന ഒരു പിഴയടച്ച് ഈ 22 ലക്ഷത്തിൻ്റെ കുറ്റാരോപിതർ, ബാക്കി നഷ്ടം സഹിക്കേണ്ടത് CMRL, അത് കർത്ത സഹിച്ചാൽ കഴിഞ്ഞു. ഈ 22 ലക്ഷം രൂപയുടെ ഒരു പിഴ കൂടി അടച്ചാൽ ഒരു പക്ഷേ 2 ലക്ഷം ചെറിയ തുകയാണ്. കാരണം 2 കോടി ചെറിയ തുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത്. അത് നോക്കൂ, 1.7 13 കോടി അവിടെ കിടക്കുകയാണ് മാധു. 13 കോടി വെട്ടിച്ചയാളെ കുറിച്ച് ചർച്ചയില്ല.
1.72 കോടി വെട്ടിച്ച ആളെ കുറിച്ച് കൂടുതൽ ചർച്ചയും കൂടുതൽ പ്രസ് റിലീസും വരുന്നു. അന്വേഷണത്തിന്റെ കാര്യത്തിലെ അതിൽ അങ്ങ് പറയുന്നത് ശരിയാണ്. അന്വേഷണമില്ലായ്മയിൽ ഒരു അനീതിയുണ്ട്, ചർച്ചകളിൽ അനീതിയില്ല. ചർച്ചകളിൽ അനീതിയില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇനി നോക്കൂ, ഇത് ഒരു കേസ് മാത്രമാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, 182 കോടിയിൽ വരുന്ന 180 കോടി, ആ 180 കോടിയിൽ പെടാതെ പോയ 73 കോടി, ആ 73 കോടിയിലുള്ള 45 കോടി കൈപ്പറ്റിയിരിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ, എവിടെ അന്വേഷണം? ആ പണം ആരുടെ പണമാണ്? ആ പണം KSDCയുടേതാണ് എന്ന നിലപാട് ഷോൺ ജോർജിനില്ലേ? ആ 45 കോടി എൻ്റെയും നിങ്ങളുടെയും നികുതി പണമാണ് എന്ന് അത് OC, അത് RC, അത് KK ഇവരൊക്കെ വാങ്ങിയത് അന്വേഷിക്കേണ്ടേ? കേരളം അന്വേഷിക്കുന്നില്ല. അത് ED അന്വേഷിക്കുന്നില്ല. അവിടെ EDക്ക് പരാതിയുമില്ല. അവിടെയാണ് കോടതി പോലും ചോദിക്കുന്നത്, ചില ആളുകളുടെ പേരിൽ മാത്രം എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോസിക്യൂഷൻ നടത്തുന്നത് എന്ന് ചോദ്യമുണ്ടാവുന്നത് അവിടെയാണ് ഒരു കണക്കുകൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അവിടെ EDയുടെ ചരിത്രം പരിശോധിക്കണം. അതാണ് ഇന്ന് വിശദീകരണ യോഗത്തിൽ പറഞ്ഞത്. എന്താണ് ആ വിശദീകരണ യോഗത്തിൽ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം, 25 കേസുകളാണ് 2014 മുതൽ 2025 വരെ രജിസ്റ്റർ ചെയ്തതിൽ വിവിധ പാർട്ടികളിൽ നിന്ന് നേതാക്കൾ BJPയിലേക്ക് കൂറുമാറാനിടയായത്. 25 നേതാക്കളാണ് കൂറുമാറിയത്. 25. ആ 25 നേതാക്കളിൽ കണക്കൊന്ന് എണ്ണി നോക്കിയാൽ ഏറ്റവും കൂടുതൽ നേതാക്കൾ EDയെ ഭയന്ന്, ED കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ, ED രജിസ്റ്റർ ചെയ്തതിന് ശേഷവുമായി കൂറുമാറിയത് 10 നേതാക്കളാണ് കോൺഗ്രസിൽ നിന്ന്. അശോക് ചവാനെ ഓർമ്മയുണ്ടല്ലോ, മഹാരാഷ്ട്രയിൽ ആദർശ കുംഭകോണവുമായി ബന്ധപ്പെട്ട് അല്ലേ? അങ്ങനെ എത്രയെത്ര നേതാക്കൾ, NCPയിൽ നിന്ന് അജിത് പവാർ അടക്കമുള്ള നേതാക്കൾ, സുവേന്ദു അധികാരിയെ പോലെ TMCയിൽ നിന്നുള്ള നേതാക്കളടക്കം, ഹിമന്ത ബിശ്വ ശർമ്മയെ അടക്കം 10 കോൺഗ്രസ് നേതാക്കൾ EDയുടെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ BJPയിലേക്ക് കൂറുമാറി. 10 പേരും കുറ്റവിമുക്തരാക്കപ്പെട്ടു ക്ഷണനേരം കൊണ്ട്. വാഷിംഗ് മെഷീൻ അതായിരുന്നു ED. 4 പേരായിരുന്നു NCPയിൽ നിന്ന് കൂറുമാറിയത്, 4 പേരായിരുന്നു ശിവസേനയിൽ നിന്ന് കൂറുമാറിയത്, 3 പേരാണ് TMCയിൽ നിന്ന് കൂറുമാറിയത്, 2 പേരാണ് TDPക്കെതിരെ കേസ് വരുന്ന ഘട്ടത്തിൽ കൂറുമാറിയത്, ഒരാൾ വീതം SPയിൽ നിന്നും ഒരാൾ വീതം YS രാജശേഖര റെഡ്ഡി കോൺഗ്രസിൽ നിന്നും മാറി. എന്ന് പറഞ്ഞാൽ ഈ 25 പേരിൽ 23 പേരും EDയുടെ അന്വേഷണം എന്ന ഘട്ടത്തിൽ BJPയിലേക്ക് അഭയം തേടുന്നു. അഭയം തേടിയ മാത്രയിൽ ആ കേസുകൾ ഡ്രോപ്പ് ചെയ്യപ്പെടുകയും അവർ കുറ്റവിമുക്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത്, ED ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ വീണ ടിയോ, റിയാസോ, നിഖിലോ, ഈ പറയുന്ന നന്ദലാലോ നാളെ BJP മെമ്പർഷിപ്പ് എടുത്തോട്ടെ. ഈ 25 നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് അവർ വന്നാൽ ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ഈ കേസ് അവിടെ നിൽക്കും. ആ നിമിഷം ഈ കേസ് അവസാനിക്കും. അങ്ങനെയാണ് ചരിത്രം. ED എടുത്ത കേസുകളിൽ 125-ൽ 113 ആർക്കെതിരെയാണ്? പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ. 95%. കൺവിക്ഷൻ റേറ്റ് 0.25% മാത്രം. 5900 കേസ്. കൺവിക്ഷൻ റേറ്റ് 25-ൽ 23. കുറ്റപത്രം സമർപ്പിച്ച് ശിക്ഷിച്ചത് 23 പേർ മാത്രം. ആ കേസ്, ആ ED ആണ് വീണ തൈക്കണ്ടിയുടെ കാര്യത്തിലും സെലക്റ്റീവ് ലീക്കേജ് എന്ന മട്ടിൽ പ്രസ് റിലീസ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് CPM ചുവട് മാറ്റി എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ വിശദീകരണ യോഗം അത്യാവശ്യമായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പുകമറ നടക്കുന്നുണ്ട്. വീണ തൈക്കണ്ടിക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്താൻ നിലവിലുള്ള SFIO കേസ് പോരാ, പകരം ഒരു പുതിയ PMLA കേസ് വേണം. അവിടെ 85 ലക്ഷം വരുന്നു, അവിടെ 20 കോടി വരുന്നു എന്നുള്ളതാണ്. ഇനി അത് തെളിയിക്കപ്പെടേണ്ടത് അവിടെയാണ്. തീർച്ചയായും ചെയ്ത സേവനം എന്തെന്നുള്ളത് വീണ തൈക്കണ്ടി വിശദീകരിക്കുക. EDയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലം, EDയുടെ കേസുകളുടെ കൺവിക്ഷൻ റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അത് എത്രയോ നാളായി ചർച്ച ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒരു വിശദീകരണ യോഗം എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ, അതായത് EDയെ കുറിച്ചുള്ള ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കേണ്ടതാണോ? പ്രധാനമാണ്. കാരണം പ്രധാനമാണ്. അത് മാത്രമാണ് പറയേണ്ടത്. അതൊരു പൊളിറ്റിക്കൽ കേസല്ലേ ഇത്? ED വന്നിരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ കേസാണ്. മുഹമ്മദ് റിയാസ് ഈ സമയത്ത് അതുകൊണ്ടാണല്ലോ വീണ ടിയും മുഹമ്മദ് റിയാസും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന രീതിയിൽ വരുന്നത്. അവരുടെ ഇടപാടുകൾ നടക്കുന്നത് 2020 ശേഷമാണ്. ഈ ട്രാൻസാക്ഷൻ മുഴുവൻ നടന്നിരിക്കുന്നത് 2014 മുതൽ 2019 വരെയുള്ള കാലയളവിലാണ്. രാഷ്ട്രീയ കേസാണ് എന്ന് അരുൺകുമാർ പറയുമ്പോൾ, രാഷ്ട്രീയ കേസാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ, കമ്പനിയുടെ കേസ് കമ്പനി നടത്തും, അത് കമ്പനി നോക്കട്ടെ വിശദീകരണം വന്നിരിക്കുന്നത്. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തുന്നു, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് അന്വേഷണം എത്തുന്നു. ആ അന്വേഷണം എത്തുന്നത് എന്താണ്? പുതിയ തിരക്കഥയാണ്. CMR എക്സാലോജിക് ഇടപാടിൽ ഞാൻ പറഞ്ഞല്ലോ 22 ലക്ഷം രൂപ KSDCക്ക് നഷ്ടം വരുത്തിയെന്ന കേസിൽ പിഴയാണെങ്കിൽ പിഴ, അതെന്താണോ SFIO വിധിക്കുന്നത് അത് വീണ തൈക്കണ്ടി ഒടുക്കിയിരിക്കണം. ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ കേസിന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു പുതിയ തിരക്കഥയുമായി വരുന്നത്. ആ തിരക്കഥയാണ് രാഷ്ട്രീയം. അത് വിശദീകരിക്കണം. അത് പാർട്ടി വിശദീകരിച്ചു. അപ്പൊ ഈ ലേക്കർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ ഈ പുതിയ തിരക്കഥ എന്ന് പറയുന്നത്. ലേക്കർ ഇന്ത്യ മാത്രമല്ല, ഇനി ലേക്കർ ഇന്ത്യയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താ? വിശദീകരണം വന്നിരിക്കുകയല്ലേ.
ലേഖർ ഇന്ത്യയുടെ കാര്യത്തിൽ ലേഖർ ഇന്ത്യ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നുവെന്നും ലേഖർ ഇന്ത്യക്ക് അവിടെ പഞ്ചായത്തിൻ്റെ എന്തോ ലൈസൻസിന് അപ്ലൈ ചെയ്ത സമയത്ത് കിട്ടിയില്ല എന്നൊക്കെയാണ്. അതെന്തോ ആവട്ടെ, പക്ഷെ അവിടെ കിട്ടിയില്ല എന്നുള്ളതല്ല, രേഖകൾ കൃത്യമായിരുന്നില്ല. കൃത്യമാകാത്തത് കൊണ്ട് അത് അവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ ആ വിശദീകരണമായിട്ട് അതിന്റെ ഡയറക്ടർ കൊടുത്തിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാത്ത കമ്പനിയാണ് ഇപ്പോൾ ഓൺലൈൻ അല്ല, അത് ആ പഞ്ചായത്തിൽ പ്രവർത്തിക്കണം എന്നാണ്. പഞ്ചായത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിലാണ്, അതല്ലെങ്കിൽ അതല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുമല്ലോ. Meet the editors.